പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് 1201 ചിങ്ങമാസം 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ 2025 ആഗസ്റ്റ് 27 മുതൽ ചിങ്ങം 2-ാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് 27 വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ്. അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല. മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം. നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ. അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും. ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും. 11-ാം ഭാവത്തിൽ മേടത്തിൻ്റെ 11-ാം ഭാവത്തിൽ രാഹുവും 12-ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ്. നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇടവൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമാണ്. 3-ാം ഭാവത്തിൽ ബുധ ശുക്രന്മാരാണ്. 4-ാം ഭാവത്തിൽ സൂര്യനും കേതുവും. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ. 10-ാം ഭാവത്തിൽ രാഹു. 11-ാം ഭാവത്തിൽ ശനി. പ്രായണ ഇടവൻ രാശിക്കാർക്ക് നല്ലൊരു ഫലം നൽകപ്പെടുന്ന വാരമാണിത്. ഇവിടെ വളരെയധികം 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ചന്ദ്രനോടുകൂടി ഒരു യോഗകാരകനായി ലക്ഷ്മി യോഗം അഥവാ ശശിമംഗള യോഗം ചെയ്യുന്നതുകൊണ്ട് മക്കളുടെ പഠന വിഷയത്തിൽ നല്ല ഗുണം വരും. വ്യക്തികൾക്കും പഠിക്കാനും ഗാന രചയിതാക്കൾക്ക് രചന നിർവഹിക്കുവാനും അതിലൂടെ പേരും പ്രശസ്തിയും ലഭിക്കുവാനും വളരെ നല്ല സമയമാണ്. ഇവിടെ 3-ൽ നിൽക്കുന്ന ബുധനും പലപ്പോഴും പല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും അതിലൂടെ തൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്കും സമൂഹത്തിൽ ഔന്നത്യത്തിനും ഉന്നതമായ സ്ഥാനമാനങ്ങൾ നേടുവാനും സഹായിക്കുന്നു ഈ വാരം. 2-ാം ഭാവത്തിൽ വ്യാഴമാണ്. ഇത് വളരെയധികം ഗുണം ചെയ്യും പ്രഭാഷകർക്കും പ്രചാരകർക്കും മതപണ്ഡിതന്മാർക്കും ഒക്കെ തന്നെ. ദേശം വിട്ടുപോയി വളരെയധികം പേരും പ്രശസ്തിയും തങ്ങളുടെ മതം ധർമ്മം അത് സ്ഥാപിക്കുവാനുള്ള അവസരം ഇടവൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന വാരമാണ്. 10-ാം ഭാവത്തിലെ രാഹുവും പലപ്പോഴും അന്യദേശത്ത് പോയി നല്ല സൗഹൃദങ്ങൾ പുലർത്താൻ സഹായിക്കുന്നു. കർമ്മവതിയായ ശനി വളരെ ശക്തമായി 11-ാം ഭാവത്തിലുണ്ട്. അതും വളരെ നല്ലതാണ്. ഗർഭിണികളാവാൻ വളരെ നല്ല വാരമാണ്. അതിനാൽ ഗർഭാവസ്ഥയെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്രകാരം തന്നെ പുതിയ ചികിത്സാരീതികൾ IVF തുടങ്ങിയ ചികിത്സാരീതികൾ താല്പര്യമുള്ളവർക്കൊക്കെ തങ്ങളുടെ ശാരീരിക ക്ഷമത പരിശോധിച്ച് അതിന് കണക്കായ രീതിയിലുള്ള ചികിത്സകളൊക്കെ നേടാൻ പറ്റുന്ന ഒരു വാരമാണ്. അതിനായി ഉത്സാഹിക്കുക. ഇവിടെ വിശേഷിച്ച് ഗ്രഹങ്ങളൊന്നും അനിഷ്ടസ്ഥാനത്തില്ല. അധോമുഖരാശി ആരൂഢമാകയാൽ വാഹനം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. അമ്മയുടെ ആരോഗ്യവിഷയം കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഭൂമി ലാഭം, ഗൃഹനിർമ്മാണ ചിന്തകൾ ഇതൊക്കെ തന്നെയാകാം. പുത്തൻ വാഹന ലാഭമാകാം. 4-ാം ഭാവം വളരെ ശക്തമാണ്. 4-ൽ ആദിത്യം നിൽക്കുന്നു. വിസുഖ പീഡിതമാനസ ചതുർത്ഥി, മനസ്സിന് അസ്വസ്ഥതകളൊക്കെ വരാം. പലപ്പോഴും 4-ൽ ചൊവ്വ വരുമ്പോൾ തൻ്റെ ബന്ധുക്കൾക്കും ജനങ്ങൾക്കും തന്നോട് കലഹം വരും. പക്ഷേ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ അതിശക്തമായി നിൽക്കുന്നു. പുതിയ വ്യാപാരികൾക്ക് സൗഹൃദത്തിലൂടെ തങ്ങളുടെ വ്യാപാര ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വാരം അവരെ പര്യാപ്തമാക്കും, ഒരു സംശയവുമില്ല. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.